സുഹൃത്തുക്കളെ, രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഞാനൊരു തട്ടിക്കൂട്ട് പുട്ടുണ്ടാക്കാൻ പോവാം. ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും പുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ. ഇത് കണ്ടോ, നമ്മൾ ചോറ് വെക്കുന്ന ചുമന്ന അരിയില്ലേ, ഒരു ബൗളിനകത്തിലോട്ട് ഇട്ടു വെള്ളം ഒഴിച്ചു വെക്കുക കേട്ടോ. ഇന്നിപ്പോൾ രാത്രിയിലാണ് ഇത് വെള്ളം ഒഴിച്ചു വെക്കുന്നത്. നാളെ രാവിലെ ഇതെടുക്കാം, അടച്ചു വെക്കുവാണേ. ഇത് വേണ്ടേ കണ്ടോ, നമ്മൾ ചോറ് വെക്കുന്ന ചുമന്ന അരിയ. അത് ഇന്നലെ വൈകിട്ട് വെള്ളത്തിലിട്ട് രാവിലെ ഇത് നല്ലതുപോലെ കഴുകിയിട്ട് വെള്ളത്തിൽ തന്നെ ഇട്ട് വെച്ചേക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഇതുണ്ടല്ലോ, നമ്മൾ മിക്സിയുടെ പൊടിക്കുന്ന ജാറില്ലേ, അതിനകത്തിലോട്ട് വാരിയിട്ടൊന്ന് പൊടിച്ചെടുക്കാവേ. വാരിയിട്ട് കൊടുക്കുവാണേ. ഇതുണ്ടോ, ഇത്തിരി ഉപ്പുകല്ല്. ഇതൊന്ന് പൊടിച്ചെടുക്കാം, രണ്ടായിട്ട് പൊടിച്ചെടുക്കാം, എല്ലാം കൂടെ ഒന്നിച്ചിട്ട് പൊടിക്കണ്ട. ഇത് കണ്ടോ, നമ്മൾ ഫസ്റ്റ് ഇത് പൊടിച്ചെടുത്തോണ്ട് വന്നേ. കണ്ടോ എത്ര ഇതാന്ന് നോക്കിയേ. കണ്ടോ, നമുക്ക് ഇതിനകത്തിലോട്ട് കൊട്ടിയിടാവേ. കണ്ടോ, പൊടി വറക്കണ്ട, ബാക്കിയും കൂടെ നമുക്ക് അതുപോലെ ഒന്ന് പൊടിച്ചെടുക്കാവേ. അപ്പോൾ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. നമ്മൾ നനയ്ക്കാൻ വേണ്ടി അതിന് സമയം കളയണ്ട. എത്ര ഈസിയാന്ന് നോക്കിയേ അല്ലേ. നമുക്ക് ഒരിത്തിരി ഉപ്പും കൂടി ഇട്ടിട്ട്, ഇത്തിരിയേ ഇട്ടിട്ടുള്ളേ. കണ്ടോ, നമ്മൾ ബാക്കി അതുപോലെ തന്നെ പൊടിച്ചെടുത്തു കേട്ടോ. എന്ത് എളുപ്പമാന്ന് നോക്കിയല്ലേ. കണ്ടോ, നേരെ പുട്ടുണ്ടാക്കുക, അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, തേങ്ങ ഉണ്ടേ. വെള്ളം അടുപ്പേ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് കുറച്ച് തേങ്ങ അങ്ങോട്ട് വാരി ഇട്ട് കൊടുക്കാവേ. പുട്ടിനൊക്കെ ആവി വന്നുകൊണ്ടിരിക്കുന്ന കണ്ടോ. കണ്ടോ, ഇത്ര സോഫ്റ്റ് പുട്ടാന്ന് നോക്കിയേ. പുട്ട് നനച്ച്, ഈ പുട്ട് ഉണ്ടാക്കാൻ അറിയാൻ മേലാത്തവർക്കും ഇത് ഈസിയാണ് കേട്ടോ. അരി വെള്ളത്തിൽ നിന്ന് വാരി അതിൻ്റെ വെള്ളം പോകാനൊന്നും വയ്ക്കണ്ട. നേരെ വാരി മിക്സിയുടെ ജാറിലോട്ടിട്ട് അങ്ങ് പൊടിച്ചെടുത്താൽ മതി. ഒരു തരിതരി ഒത്തിരി അങ്ങ് പൊടിക്കണ്ട. പൊടിച്ചു കഴിഞ്ഞിട്ട് ഇങ്ങനെ അരിച്ചെടുക്കണ്ട, അങ്ങനെ തെള്ളിയെന്നോ ഇടഞ്ഞെടുക്കണ്ട. എത്ര പെട്ടെന്നാന്ന് നോക്കിയേ, സമയം ലാഭം. അപ്പം നമുക്ക് ഇത് പുട്ട് കഴിക്കാം. എത്ര സോഫ്റ്റാന്ന് നോക്കിയേ സുഹൃത്തുക്കളെ. കണ്ടോ, പഴമൊക്കെ പൊളിച്ചങ്ങോട്ട് ഇളക്കാം. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ കഴിക്കട്ടെ. ഓക്കേ.